വെരി ഗുഡ് മോർണിംഗ് 24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 23 ഞായറാഴ്ചയാണ്, വൃശ്ചികം 7. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24-ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ്, കൊച്ചിയിൽ നിന്ന് റാഫി കരീം, കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ, ഡൽഹിയിൽ നിന്ന് വിനീത വിജി എന്നിവരാണ് ചേരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം നാളെ തെളിയും. നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനിടെ SIR ഫോം ഡിജിറ്റലൈസേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം തുടരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, ഈ വാർത്തകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്നലെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രൂട്ടിനി, അതായത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞത്. സൂക്ഷ്മ പരിശോധനയിൽ ഏകദേശം 2261 നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിരുന്നു. ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത കണക്ക് പ്രകാരം 98,451 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്താകെ ഇപ്പോൾ ബാക്കിയുള്ളത്. 1,40,995 നോമിനേഷനുകളുണ്ട്. എന്തായാലും ഇന്നും നാളെയാണ് സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുന്നത്. നാളെയാണ് ഈ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി. എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ്. പല മേഖലയിലും വിമത ഭീഷണി നേരിടുന്നുണ്ട്. അത് CPM ആവട്ടെ, BJP ആവട്ടെ, കോൺഗ്രസ് ആകട്ടെ, എല്ലാ പാർട്ടികളും ഈ വിമത ഭീഷണി വലിയ രീതിയിൽ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ മുന്നണികൾ പ്രധാനമായി വിമതന്മാരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. വിമതന്മാരെ നേരിട്ട് കണ്ടും അല്ലാതെയുമെല്ലാം ഈ ഒരു നെഗോസിയേഷന്റെ സമയം അത് ഇന്ന് ഏറ്റവും സുപ്രധാനമാണ്. അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരുടെ നോമിനേഷൻ പിൻവലിപ്പിച്ച് മത്സര ചിത്രത്തിൽ ഒരു വിമത ഭീഷണി ഒഴിവാക്കുക എന്നുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഇന്നത്തെ മുന്നണികളുടെ ഏറ്റവും പ്രധാനമായ ശ്രമം. എന്തായാലും ഈ പ്രചാരണവുമായി വിമതന്മാരില്ലാത്ത മേഖലയിലെല്ലാം ശക്തമായി മുന്നോട്ട് പോകാനും സ്ഥാനാർത്ഥികൾ തയ്യാറായിട്ടുണ്ട്. എന്തായാലും നാളെയോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയും ചെയ്യും. അതേസമയം SIR നടപടിക്രമങ്ങൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഏറ്റവും അന്തിമ ഘട്ടമാണ് ഈ ഡിജിറ്റലൈസേഷൻ. BLOമാർ ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ ജോലിയാണ് ഡിജിറ്റലൈസേഷൻ പ്രവർത്തനം. അതായത് എന്യൂമറേഷൻ ഫോം ആദ്യം വിതരണം ചെയ്യുന്നു, അതിനുശേഷം ആ ഫോം തിരികെ വാങ്ങുന്നു, അതിനുശേഷം അത് ഡിജിറ്റലായി അപ്ലോഡ് ചെയ്യുന്നു. എന്തായാലും ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പ് തുടരുന്നതിനിടെ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കണക്ക് പ്രകാരം 31,42,578 ഫോമുകൾ ഇതിനോടകം ഡിജിറ്റലായി ആക്കി കഴിഞ്ഞു. അതേസമയം ഓൺലൈൻ വഴി നിരവധി പേർ ഇപ്പോൾ എന്യൂമറേഷൻ ഫോം അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട്. 48,851 പേർ ഓൺലൈൻ വഴി SIRമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോമുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും നടപടിക്രമങ്ങളുമായി വളരെ വേഗത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. 26-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നോട്ടീസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടത്. അതിന് മുന്നോടിയായി തന്നെ ഒരുവിധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. എന്തായാലും ശബരിമല അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും നിർണായകമായ ദിവസം തന്നെയാണ്. ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് വിശദമായ അന്വേഷണത്തിലേക്ക് SIT സംഘം കടക്കുകയാണ്. എന്തെല്ലാം സാമ്പത്തിക ഇടപാടുകളാണ്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ ശേഷമുള്ള സാമ്പത്തികത്തിലെ മാറ്റം, അത് ഏതെല്ലാം രീതിയിലാണ് സാമ്പത്തികത്തിൽ മാറ്റമുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. അതേസമയം നാളെ ഇതുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിലെ ബോർഡ് അംഗങ്ങളുടെ ചോദ്യം ചെയ്യൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. നാളെ ആയിരിക്കും ഒരുപക്ഷെ KP ശങ്കർദാസിന്റെയും N വിജയകുമാറിന്റെയും ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ക്രിസ്റ്റീന. ഉമേഷ് ബാലകൃഷ്ണനാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ വിശദാംശങ്ങളുമായി ചേർന്നത്. തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ സന്നിധാനം. ഇന്നലെ 80,000-ലധികം പേരാണ് മല ചവിട്ടി സന്നിധാനത്തേക്ക് എത്തിയത്. ഇടമുറിയാതെ ഭക്തജന പ്രവാഹം തുടരുമ്പോഴും സുഖദർശനത്തിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സന്നിധാനത്ത് സജ്ജമാണ്. MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. പ്രതീക്ഷ, വെരി ഗുഡ് മോർണിംഗ്. ആദ്യ ദിവസങ്ങളിൽ കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു, എന്നാൽ അതൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തിരക്കൊക്കെ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എല്ലാ ക്രമീകരണങ്ങളും, കുടിവെള്ളവും ശൗചാലയ സംവിധാനങ്ങളും ഒക്കെ അടക്കം എല്ലാം സജ്ജമാണോ?
ക്രിസ്റ്റീന, ശബരിമല സന്നിധാനത്ത് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ പോരായ്മകളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു. വളരെ സന്തോഷത്തോടു കൂടി തൃപ്തിയോട് കൂടിയാണ് സന്നിധാനത്തെത്തി 18-ാം പടി കയറി തീർത്ഥാടകർ സന്നിധാനത്ത് നിന്ന് മടങ്ങുന്നത്. തീർത്ഥാടകരുടെ തിരക്ക് സാധാരണഗതിയിലാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ 8-ാം ദിവസമാണ് ഇന്ന്. ഈ ആദ്യത്തെ 1 മണിക്കൂറിൽ 3 മണിക്ക് പുലർച്ചെ നട തുറന്നത് മുതൽ ആദ്യത്തെ 1 മണിക്കൂറിൽ 15,000 തീർത്ഥാടകർ ദർശനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് രാവിലെ പൊതുവെ തീർത്ഥാടകരുടെ തിരക്ക് കുറവാണ്. നടപ്പന്തൽ ഉൾപ്പെടെ ഒരു വരി മാത്രമാണ് ഉള്ളത്. ഈ പടി പമ്പയിൽ നിന്ന് മല കയറി എത്തുന്ന തീർത്ഥാടകർക്ക് വളരെ പെട്ടെന്ന് തന്നെ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ശബരിമലയുടെ തിരക്ക് ഉള്ളത്. ഈ സ്പോട്ട് ബുക്കിംഗിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ്. തിരക്ക് കൃത്യമായി ക്രമീകരിക്കാനും തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനും പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനാണ് പ്രധാന പരിഗണന നൽകിയിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗ് ഓരോ ദിവസത്തെയും തിരക്കനുസരിച്ചായിരിക്കും അനുവദിക്കുന്നത്. അത് സന്നിധാനത്തെ തിരക്കനുസരിച്ച് ബന്ധപ്പെട്ട അധികാരികൾ, അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും പോലീസ് കോർഡിനേറ്ററും എക്സിക്യൂട്ടീവ് ഓഫീസറും ചേർന്നായിരിക്കും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുക. എത്രത്തോളം ആൾക്കാരെ സ്പോട്ട് ബുക്കിംഗ് വഴി അനുവദിക്കണമെന്ന കാര്യത്തിൽ അവർ തീരുമാനമെടുക്കും. 18-ാം പടി വഴി ഓരോ മിനിറ്റിലും കയറുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂടുതലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പരിശീലനം സൃഷ്ടിച്ച ഉദ്യോഗസ്ഥരെ, നേരത്തെ ശബരിമലയിൽ ഉണ്ടായിരുന്ന ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ആയിരിക്കും ഇനി നിയോഗിക്കുന്നത്. നാളെയോടുകൂടി പുതിയ പോലീസ് ബാച്ച് ചുമതലയേൽക്കും. കൂടുതൽ മുൻപരിചയമുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഈ ബാച്ചിൽ ഉണ്ടായിരിക്കുക എന്നതാണ് ബന്ധപ്പെട്ട അധികാരികൾ അറിയിക്കുന്നത്. അങ്ങനെ കുറ്റമറ്റ രീതിയിലാണ് നിലവിൽ ശബരിമലയിലെ തിരക്ക് മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഇന്ന് 8-ാം ദിവസമാണ്. ഇതുവരെ 6 ലക്ഷത്തോളം തീർത്ഥാടകർ ഈ സീസണിൽ മല ചവിട്ടി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്ക് അറിയിക്കുന്ന കാര്യം. ഈ കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകരും വളരെ സംതൃപ്തിയോട് കൂടി തന്നെയാണ് എത്തുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകർ കാനനപാത വഴി പുല്ലുമേട് വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അവർക്കും കൃത്യമായി സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ ശബരിമല തീർത്ഥാടനം മുന്നോട്ട് പോവുകയാണ്. ക്രിസ്റ്റീന. പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. അവിടെ സുഗമ ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരാൻ സാധ്യത എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊച്ചി തേവരയിൽ സ്ത്രീയെ കൊന്ന് ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി ജോർജിനായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, ഗുഡ് മോർണിംഗ്. ഈ 2 വിഷയവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. അടുത്ത 5 ദിവസമാണ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കന്യാകുമാരി തീരത്തിനോട് സമീപത്തായുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് ഇത്തരത്തിൽ ശക്തമായ മഴ അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഉണ്ടാകാനുള്ളൊരു കാരണം. 65 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെയുള്ള മഴയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് ഉണ്ട്. അങ്ങനെ ശക്തമായ മഴ അടുത്ത 5 ദിവസം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ലക്ഷദ്വീപ് തീരത്തും കേരള തീരത്തും 2 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 45 മുതൽ 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നറിയിപ്പ് വിവരങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾക്ക് നൽകിയിട്ടുമുണ്ട്. ഇനി കൊച്ചിയിലേക്ക് വന്നാൽ, കൊച്ചിയിൽ തേവരയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയായ ജോർജിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഈ പ്രതിയായ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റസമ്മതം നടത്തിയെങ്കിലും ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണമാണ് പോലീസ് പരിശോധിക്കുന്നത്. ജോർജ് നൽകിയ മൊഴിയിൽ നിന്ന് ഇവരുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ജോർജ് എന്ന് പറയുന്ന ആള് ലൈംഗിക വൈദൃകത്തിന് അത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാളെക്കുറിച്ച് വിശദമായ അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. കസ്റ്റഡി വാങ്ങിയതിനു ശേഷം ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ തന്നെ ജോർജിനെ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് പ്രാഥമിക തെളിവെടുപ്പ് ഈ അന്വേഷണ സംഘം നടത്തിയിരുന്നു. എന്നാൽ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം
വിശദമായ തെളിവെടുപ്പ് നടത്തി ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെ ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, വെരി ഗുഡ് മോർണിംഗ്. മുൻ MLA PV അൻവറിനെതിരായ കേസിൽ EDയുടെ അന്വേഷണം തുടരുകയാണ്. ഒപ്പം തന്നെ ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ പട്രോളിംഗിനിടെ വീരമൃത്യു വരിച്ച മലപ്പുറം സ്വദേശിയായ സൈനികൻ K സജീഷിന്റെ സംസ്കാരം എന്നുണ്ട്. ഒപ്പം ഫ്രഷ് കട്ട് സംഘർഷത്തിൽ അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ തുടരുകയാണല്ലോ. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റ്യന. ഇന്ന് ഞായറാഴ്ചയാണ്, പക്ഷേ മലബാർ മേഖലയിൽ നിന്ന് ഇന്ന് ഒരുപാട് വാർത്തകൾ വരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ദിനം എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻ MLA ആയിട്ടുള്ള PV അൻവർ. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം കുരുക്ക് മുറുകുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ. കാരണം ED അൻവറിന് പിന്നാലെ തന്നെയുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ 2 ദിവസത്തെ EDയുടെ നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ED ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായിട്ട് ഈ PV അൻവറിനെതിരെയുള്ള പരാമർശങ്ങളുണ്ട്. അതായത് ആസ്തി 16 കോടിയിൽ നിന്നും 5 വർഷം കൊണ്ട് 64 കോടിയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇതിന് കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ PV അൻവറിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കൂടാതെ ഒരുപാട് ആളുകളുടെ, അതായത് ബിനാമികളായിട്ടുള്ള ഒരുപാട് പേരുടെ അക്കൗണ്ടുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള രേഖകളും ED അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ED കൂടുതൽ നീക്കങ്ങളിലേക്ക് കടക്കും. അപ്പോൾ PV അൻവറിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ അത് വളരെ നിർണായകവുമാണ്. മറ്റൊന്ന് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ പെട്രോളിങ്ങിനിടെ വീരമൃത്യു മരിച്ചിട്ടുള്ള സൈനികന്റെ സംസ്കാരം ഇന്ന് നടക്കും എന്നുള്ളതാണ്. അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള സൈനികൻ K സജീഷിന്റെ സംസ്കാരമാണ് ഇന്ന് നടക്കുക. ഇന്ന് അതായത് അവിടുത്തെയുള്ള ALP സ്കൂളിൽ, അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള ALP സ്കൂളിലാണ് ഉച്ചയ്ക്ക് ഈ സംസ്കാരം ആദ്യം ഈ മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെക്കും. പിന്നീട് വൈകിട്ടോട് കൂടിയിട്ടായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവിടെയുള്ള അവരുടെ ബന്ധുക്കൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട്, അതായത് ഫ്രഷ് കട്ടിന്റെ സമരസമിതി ചെയർമാൻ നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളൊക്കെ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്ററൊക്കെ പുറത്തിറക്കി, അതായത് കഴിഞ്ഞ ദിവസം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം ഇദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയും അതുമായി ബന്ധപ്പെട്ട രേഖകളുമൊക്കെ തന്നെ ഈ ബന്ധപ്പെട്ട ഓഫീസുകളിൽ എത്തിച്ച ലീഗിലെ മറ്റൊരു നേതാവും ഒപ്പം തന്നെ സമരസമിതിയിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന വ്യക്തിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാരണം ഈ സമരസമിതി ചെയർമാനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതാണ്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതെന്നും അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ നാട്ടിലെത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹം വിദേശത്തൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്നലെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അയാളെ വിശദമായിട്ട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ ഇന്ന് മലബാർ മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കാം. ശരി, ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. ഇനി ഡൽഹിയിലേക്കാണ്. അവിടെ വിനീത വിജിയുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. ദുബായ് എയർ ഷോയ്ക്കിടെ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്ന് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാൻ സ്യാലിന്റെ മൃതദേഹം രാജ്യത്തെത്തിച്ചിട്ടുണ്ട്. ഇന്ന് ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാങ്ഡയിൽ എത്തിച്ച് കുടുംബത്തിന് കൈമാറും. വിനീത, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ദുബായ് എയർ ഷോയ്ക്കിടെ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ട വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നന്മൻ സ്യാലിന്റെ മൃതദേഹം രാജ്യത്ത് എത്തിച്ചിരിക്കുകയാണ്. ദുബായിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്ര അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ ആദരം അർപ്പിച്ചിട്ടുണ്ട്. എമിറേറ്ററി പ്രതിരോധ സേന ആചാരപരമായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹം ദുബായിൽ നിന്നും നാട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാങ്ഗ്രയിൽ എത്തിച്ച ഇന്ന് കുടുംബത്തിന് കൈമാറും. അതേസമയം അപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള വ്യോമസേനയുടെ ആഭ്യന്തര അന്വേഷണം അത് പുരോഗമിക്കുകയാണ്. വിംഗ് കമാൻഡർ നന്മൻ സ്യാലിന്റെ വിയോഗത്തിൽ ഇന്ത്യൻ വ്യോമസേന അഗാധമായിട്ടുള്ള ദുഃഖം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമർപ്പണബോധമുള്ള പൈലറ്റും സമഗ്രമായ പ്രൊഫഷണലുമായിരുന്നു അദ്ദേഹം. അചഞ്ചലമായ പ്രതിബദ്ധത, ഒപ്പം തന്നെ അസാധാരണമായ വൈദഗ്ധ്യം, വിട്ടുവീഴ്ചയില്ലാത്ത കർത്തവ്യബോധം എന്നിവയിൽ രാഷ്ട്രത്തെ അദ്ദേഹം സേവിച്ചുവെന്നും അദ്ദേഹത്തിന്റെ സേവനം നന്ദിയോടെ സ്മരിക്കപ്പെടുമെന്നും പ്രസ്താവനയിൽ വ്യോമസേന വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന, അമേരിക്കയുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ G20 രാഷ്ട്രങ്ങളുടെ സംയുക്ത പ്രഖ്യാപനം. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട അതിർത്തികളിൽ ഒരു രാജ്യവും ബലപ്രയോഗമോ ഭീഷണിയോ ഉപയോഗിക്കരുതെന്ന് G20 ഉച്ചകോടി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് G20 പിന്തുണ. ഏത് തരത്തിലുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്നും ഒരു രാജ്യവും ഭീകരവാദത്തിന് സഹായം നൽകരുതെന്നും സംയുക്ത പ്രസ്താവന.
മയക്കുമരുന്നിനെതിരെ G20 ഒരുമിച്ച് പോരാടണമെന്നും മയക്കുമരുന്ന് വിൽപ്പനയിലൂടെയുള്ള പണമാണ് ഭീകര സംഘടനകളിലേക്ക് ഒഴുകുന്നതെന്നും ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ, കാനഡ, ഓസ്ട്രേലിയ സാങ്കേതിക സഹകരണ കൂട്ടായ്മയ്ക്കും ഉച്ചകോടിക്കിടെ ധാരണയായി. ക്ഷണിക്കപ്പെട്ട അംഗരാജ്യത്തിന്റെ അഭാവം കൊണ്ട് G20യെ മരവിപ്പിക്കാനാവില്ലെന്ന് ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോള പറഞ്ഞു. അമേരിക്ക G20 ബഹിഷ്കരിച്ചതിനാൽ സംയുക്ത പ്രഖ്യാപനം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ന്യൂനപക്ഷമായ വെള്ളക്കാർക്കെതിരെ പീഡനം നടക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു അമേരിക്കയുടെ ബഹിഷ്കരണം. 20ാമത് G20 ഉച്ചകോടി ഇന്ന് ജോഹനാസ്ബർഗിൽ സമാപിക്കും. മണ്ഡലകാലത്ത് വിശ്വാസികൾ കൊണ്ടാടാറുള്ള അയ്യപ്പൻ വിളക്കെന്ന ആചാരകലയെ കൈവിടാതെ മുറുകെ പിടിക്കുന്ന ഒരു കുടുംബമുണ്ട്. ഒറ്റപ്പാലം കോതക്കുരിശി വിളക്ക് സംഘത്തിന് നേതൃത്വം നൽകുന്ന ശ്രീധരൻ എന്ന ഉണ്ണി വെളിച്ചപ്പാടിനെയും മക്കളെയും പരിചയപ്പെടാം. പാലക്കാട്ടുകാർക്ക് സുപരിചിതമാണ് കോതകുരിശി ഉണ്ണി വെളിച്ചപ്പാട് എന്ന പേര്. വൃശ്ചികം, ധനു, മകരം തുടങ്ങിയ മാസങ്ങളിൽ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും കൊണ്ടാടാറുള്ള ആചാരമായ അയ്യപ്പൻ വിളക്ക് മുറുകെ പിടിക്കുന്ന ഒരു കുടുംബം. കലയും വിശ്വാസവും ഇഴചേർന്നതാണ് പലയിടങ്ങളിലും പല പേരുകളിലായി ഭക്തർ കൊണ്ടാടാറുള്ള അയ്യപ്പൻ വിളക്ക് ആഘോഷം. വാഴപ്പിണ്ടികൾ ഉപയോഗിച്ച് പ്രതീകാത്മക അമ്പലം സൃഷ്ടിച്ച് അയ്യപ്പനെ കുടിയിരുത്തുന്നതാണ് ആചാരം. പിതാവ് അയ്യപ്പൻ വെളിച്ചപ്പാടിൽ നിന്നുമാണ് ശ്രീധരൻ എന്ന ഉണ്ണി വെളിച്ചപ്പാട് അയ്യപ്പൻ വിളക്കിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. പിന്നീട് പുതുവായിയിൽ കൃഷ്ണൻകുട്ടി വെളിച്ചപ്പാടിൽ നിന്നും ഉപരിപഠനം നടത്തി. 9ാം വയസ്സിലാണ് ഈ മേഖലയിലേക്ക് ആദ്യമായി കടന്നു വന്നത്. 65 വയസ്സ് പിന്നിട്ട ഉണ്ണി വെളിച്ചപ്പാട് ശാരീരിക ആവശ്യതകളെല്ലാം മറന്ന് ഇപ്പോഴും വിളക്ക് സംഘത്തെ നയിക്കുകയാണ്. ഞങ്ങൾ പൂർവികമായിട്ട് കോതകുരിശി അയ്യപ്പൻ വിളക്ക് സംഘം നടത്തിക്കൊണ്ട് എൻ്റെ അച്ഛൻ കാരണന്മാരും എല്ലാവരും ആയിട്ട് നടത്തി തന്നതാണ്. ഞാനിപ്പോൾ 28 വയസ്സ് മുതൽ സ്വന്തമായി നടത്തുന്നു. വൃശ്ചികത്തിലേക്കുള്ള വിളക്കുകൾക്കായി തയ്യാറെടുക്കുകയാണിവർ. അനേകം തലമുറകൾക്ക് ഉടുക്കുപാട്ടിന്റെയും വെളിച്ചപ്പാട് നൃത്തത്തിന്റെയും അമ്പലം പണിയുടെയും എല്ലാം പാഠങ്ങൾ പകർന്നു നൽകിയ ഈ ഗുരുനാഥൻ തന്റെ 2 മക്കളെയും ഇതേ വഴിയിലൂടെ കൈപിടിച്ചു നടത്തി. മക്കളായ രാജുവും ദീപക്കും ഇപ്പോൾ ഇതേ മേഖലയിൽ പ്രസിദ്ധിയാർജിച്ച കലാകാരന്മാരാണ്. പിന്നെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഒരു 10 വർഷത്തിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ അയ്യപ്പൻ വിളക്കിൻ്റെ എല്ലാ ഇതിലും ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ സജീവമായിട്ട് അച്ഛൻ്റെ കൂടെ ഈ വിളക്ക് കലയിൽ ഒരു നല്ല അംഗങ്ങളായിട്ട് ഞങ്ങൾ 2 പേരും പ്രവർത്തിച്ചു വരുന്നുണ്ട്. 3 മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് മണ്ഡലകാലത്തേക്ക് ഇവർ കടക്കുക. മകരവിളക്ക് കഴിയുന്നതുവരെയും വ്രതാനുഷ്ഠാനം തുടരും. ഈ രീതികളിലൂടെ കലയെയും വിശ്വാസത്തെയും ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ ആത്മസംതൃപ്തി കണ്ടെത്തുകയാണ് കുടുംബം. 24 പാലക്കാട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആർട്ടിസ്ട്രി ജ്വല്ലറി ഷോ ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഷോയുടെ ഉദ്ഘാടകയായി. സോണൽ ഹെഡ് ജാസിർ തണ്ടോറ, ഡെപ്യൂട്ടി ഹെഡ് അബൂബക്കർ സിദ്ദിഖ്, തലശ്ശേരി ഷോറൂം ഹെഡ് ഷമീർ അത്തോളി തുടങ്ങിയവർ സംസാരിച്ചു. കാൽപ്പനികതയുടെയും കരവിരുതിന്റെയും കയ്യൊപ്പ് ചാർത്തിയ ആഭരണങ്ങൾ. ഇന്ത്യയിലെ വിദഗ്ധരായ പാരമ്പര്യ കലാകാരന്മാരുടെ പരിശ്രമ ഫലമാണ് ആർട്ടിസ്ട്രി ജ്വല്ലറി ഷോയിലെ ഓരോ ആഭരണവും. രാജകുടുംബങ്ങൾ പൈതൃക സ്വത്തായി കൈമാറി വന്നതും പൗരാണിക കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നതുമായ അമൂല്യാഭരണങ്ങളുടെ ഡിസൈനുകൾ ഷോയുടെ ഭാഗമാണ്. പഴമയുടെ പ്രൗഢിയും പുതിയ ഡിസൈനുകളും ഒരുപോലെ ഇവിടെ കാണാനാകും. ഷോയുടെ ഭാഗമായി പ്രത്യേക ഡിസ്കൗണ്ടും പണിക്കൂലിയിൽ ഇളവും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിട്ടുണ്ട്. സിനിമാ താരം മിയ ജോർജ് ഷോ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ആഭരണങ്ങളുടെ എക്സിബിഷൻ കം സെയിലാണ് ഈ ഒരു ഷോയുടെ ഭാഗമായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ 100 വർഷം പഴക്കമുള്ള ആഭരണങ്ങളുടെ ഒരു ട്രഡീഷണൽ ഓർണമെന്റ്സിന്റെ പ്രദർശനവും ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബ്രാൻഡ് ഓർണമെന്റ്സിന്റെ ആദ്യ വിൽപ്പനയും ഉദ്ഘാടന ചടങ്ങിൽ നടന്നു. ഡെപ്യൂട്ടി ഹെഡ് അബൂബക്കർ സിദ്ദിഖ്, തലശ്ശേരി ഷോറൂം ഹെഡ് ഷമീർ അത്തോളി തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 30 വരെയാവും ആർട്ടിസ്ട്രി ജ്വല്ലറി ഷോ നടക്കുക. കണ്ണൂർ.
കണ്ണൂർ ജില്ലയിൽ SIR പ്രവർത്തനങ്ങൾ 100% പൂർത്തീകരിച്ച ആദ്യ BLO ആയി പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ 96-ാം ബൂത്ത് BLO S. രജനീകാന്ത്. പയ്യന്നൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിൽ പ്ലാനിംഗ് ആൻഡ് മോണിറ്ററിംഗ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് അദ്ദേഹം. കുടുംബശ്രീ പ്രവർത്തകരുടെ അടക്കം സഹായത്തോടെയാണ് താൻ ജോലി പൂർത്തിയാക്കിയതെന്ന് രജനീകാന്ത് 24-നോട് പറഞ്ഞു. SIR നടപടിക്രമവുമായി ബന്ധപ്പെട്ട് BLOമാർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ണൂരിൽ ആദ്യമായി 100% SIR ജോലികളും പൂർത്തിയാക്കിയ ഒരു BLO എനിക്കൊപ്പം ഇപ്പോൾ ഉണ്ട്. കണ്ണൂർ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ 96-ാം ബൂത്തിലെ BLO ആയിട്ടുള്ള രജനീകാന്ത് ആണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ടാണല്ലോ, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ പോലെ വളരെ ഫാസ്റ്റായി എല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഫീൽഡിലൊരു എക്സ്പീരിയൻസ്? എത്ര വോട്ടർമാരൊക്കെ ഉണ്ടായിരുന്നു? നല്ല അനുഭവങ്ങളായിരുന്നു. കാരണം കൂടുതലും എൻ്റെ നാട്ടിൽ തന്നെയുള്ള ബൂത്താണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ നാട്ടുകാർ തന്നെയാണ്. എല്ലാവരുമായിട്ട് നല്ല ഒരു പരിചയവും നല്ലൊരു ബന്ധവും ഉള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. ആളുകൾ കൂടുതലായിട്ട് ഡെയിലി ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. ഇവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത്? പ്രധാനമായിട്ടും ഇപ്പോൾ ഈ 2002 വിവരങ്ങൾ ചേർക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആളുകൾക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തത്? നമുക്ക് ഇന്നത്തെ കാലത്ത് അതിന് ഒരുപാട് വഴികളുണ്ട്. ഒന്ന്, നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ ഒരുപാടുണ്ട്. അപ്പം ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മീറ്റിങ്ങുകളൊക്കെ വെക്കുകയാണെങ്കിൽ അതുവഴി ഈ ക്ലാസ്സുകൾ കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യങ്ങൾ പറയുന്ന രീതിയാണ് പ്രധാനം. ഈ 2002 പട്ടികയിൽ ഇപ്പോൾ ഒരാൾ ഉൾപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു 25 വയസ്സുള്ള ഒരാളുടെ കഴിഞ്ഞ 23 വർഷം മുമ്പാണല്ലോ നടന്നത്. അപ്പോൾ അത് ഉൾപ്പെട്ടിട്ടില്ല. ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആരും ആ പട്ടികയിൽ ഇല്ല എങ്കിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? അതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ആളുകൾക്കുള്ളൊരു സംശയം. അല്ല, ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്ത എല്ലാവരും തന്നെ ഇനി December 9 പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഇതിൽ നിന്ന് പുറത്താകുമെന്നുള്ള ഒരു ഭയോ എന്നും എൻ്റെ നാട്ടിലെ ആളുകൾക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈ ക്ലാസ്സിൽ അതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും കളക്ടറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫൈനലി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ പേര് രജനീകാന്ത് എന്നുള്ളത് അതിലെന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? എന്തെങ്കിലും വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ആ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, അത്ര തന്നെ. അപ്പോൾ എന്തായാലും ഇദ്ദേഹം വളരെ കൃത്യമായി വളരെ വേഗത്തിൽ ഈ ജോലികൾ പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായി ഈ എന്യൂമറേഷൻ ഫോമുകളെല്ലാം നൽകി അത് തിരിച്ച് കളക്ട് ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് ഫുൾ ട്രാക്ക് റെക്കോർഡിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു BLO ആണ്, ആദ്യത്തെ BLO ആണ്. എന്തായാലും കളക്ടർ അവാർഡൊക്കെ നൽകിയിട്ടുണ്ട്. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ഇടുക്കി കൊക്കയാർ പഞ്ചായത്തിലെ 10-ാം വാർഡ് നാരകക്കാനം. കട്ടപ്ലാക്കൽ അബ്ദുൾ സലാമിന്റെ മക്കളായ അയൂബ് ഖാനും അൻസൽന സക്കീറുമാണ് നേർക്കുനേരെത്തുന്നത്. കാലങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ അയ്യൂബും അൽസൽനയും. LDF സ്ഥാനാർത്ഥിയായ അൽസൽന വാർഡ് മെമ്പറായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ അയ്യൂബിനോട് ഇത്തവണ വാർഡ് തിരിച്ചുപിടിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടതോടെയാണ് മത്സര രംഗത്തിറങ്ങിയത്. 2010 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആയി സഹോദരി ഇവിടെ മത്സരിച്ചപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇവിടെ ഞാൻ പ്രവർത്തിച്ച സ്ഥാനാർത്ഥി 97 വോട്ടിൻ്റെ UDF സ്ഥാനാർത്ഥി മേരിക്കുട്ടി ജോൺസണാണ് ഈ വാർഡിൽ വിജയിച്ചത്. ആ മേരിക്കുട്ടി ജോൺസന്റെ വിജയത്തേക്കാൾ വലിയ ഒരു വിജയം എൻ്റെ വാർഡിലെ ആളുകൾ എനിക്ക് തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരഞ്ഞെടുപ്പിൽ സഹോദര ബന്ധത്തേക്കാൾ രാഷ്ട്രീയവും നിലപാടുമാണ് പ്രധാനമെന്നാണ് അൽസൽനയുടെ പക്ഷം. എനിക്ക് എൻ്റെ രാഷ്ട്രീയമാണ് വലുത്. ഇതിനകത്ത് ബന്ധസ്വന്തങ്ങളൊന്നും നോക്കുന്നില്ല. ഇലക്ഷൻ കഴിയുമ്പോൾ രാഷ്ട്രീയം മറക്കും. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും കാണിച്ച് പ്രവർത്തിക്കുകയില്ല. എങ്കിലും മത്സര രംഗത്ത് ഞങ്ങൾ നല്ല പോരാളികളായി തന്നെയാണ് പോകുന്നത്. മുമ്പ് കൊക്കയാർ വാർഡിൽ ഇരുവരും മത്സരിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ ഇരുവരും നേർക്കുനേർ എത്തുന്നതിനാൽ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് കൊക്കയാർ പഞ്ചായത്തിലെ 10-ാം വാർഡ്. 24 ഇടുക്കി. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ P. ഇന്ദിരയ്ക്കും വിമതശല്യം. മഹിളാ കോൺഗ്രസ് നേതാവ് KN ബിന്ദുവാണ് UDF സ്ഥാനാർത്ഥിയായി ഇന്ദിരയ്ക്കെതിരെ മത്സരിക്കുന്നത്. വിമത ഭീഷണി ഭയക്കുന്നില്ലെന്നും ജനങ്ങളിലാണ് വിശ്വാസമെന്നും ഇന്ദിര 24-നോട് പറഞ്ഞു.
കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര മറ്റൊരു മത്സരത്തിന് കൂടി തയ്യാറെടുക്കുകയാണ്. പയ്യാമ്പലം ഡിവിഷനിൽ നിന്ന് വീണ്ടും കോർപ്പറേഷനിലേക്ക് ജനവിധി തേടുകയാണ്. സ്വാഭാവികമായിട്ടും എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വച്ച് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? കഴിഞ്ഞ 5 വർഷം UDF ഇവിടെ ഭരിച്ചപ്പോൾ ജനങ്ങൾക്കുള്ള ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തവണ നമ്മൾ തെരഞ്ഞെടുപ്പിന് ഫേസ് ചെയ്യുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഈ കോർപ്പറേഷൻ പരിധിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ജനങ്ങളുടെ മുന്നിൽ എന്താണ് വെക്കുന്നത്? അല്ല, അത് നമ്മളൊന്നും പറയണ്ടല്ലോ. കേരള ജനത ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് നമ്മുടെ അയ്യപ്പസ്വാമിയുടെ അവിടുത്തെ സ്വർണം. അത് തന്നെ ഏറ്റവും വലിയ ചർച്ചയാണ്. ദൈവത്തിനെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. PK രാഗേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അവർ മറ്റൊരു പാർട്ടിയുമായി യോജിച്ചുകൊണ്ട് 12 ഡിവിഷനിൽ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല താങ്കൾക്ക് തന്നെ ഒരു റബൽ സ്ഥാനാർത്ഥിയെ കൂടി നേരിടേണ്ട അവസ്ഥയുണ്ട്. എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയുമോ? തീർച്ചയായും ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. എന്താണ് എല്ലാവർക്കും ആവശ്യം? എന്താണ്? നമ്മുടെ ഭരണ സംവിധാനം മുന്നോട്ട് പോകണം, ജനങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടില്ലാതെ നടക്കണം. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് ജനപ്രതിനിധികൾ, ലോക്കൽ ബോഡീസിലുള്ള. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായി ഭംഗിയായി നടക്കുന്നുണ്ട്. ഇത് കാലാകാലങ്ങളിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നതാണ് ഈ റബൽ എന്ന് പറയുന്നത്. അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് പോകും. ഒരു മേയർ കാൻഡിഡേറ്റ് ആയിട്ട്, ഒരു പോസിബിൾ മേയറായിട്ട് ഞങ്ങൾക്ക് കാണാമോ? ഇത് തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് പാർട്ടി തീരുമാനിച്ചിട്ട് എന്താണ് തീരുമാനമെടുക്കും. താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഗുണം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുകൂടിയാണ് ഡെപ്യൂട്ടി മേയർ പറയുന്നത്. ക്യാമറമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയെ എറിഞ്ഞിടാൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും. 2ാം ദിനത്തിൽ 6 വിക്കറ്റിന് 242 റൺസ് എന്ന നിലയിലാണ് ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് പുനരാരംഭിക്കുക. ഇന്നലെ തുടക്കത്തിലെ തിരിച്ചടിക്ക് ശേഷം അവസാന സെഷനിൽ 4 വിക്കറ്റ് എടുത്ത് ഇന്ത്യ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചെത്തുകയായിരുന്നു. കുൽദീപ് യാദവ് ഇന്ത്യയ്ക്കായി 3 വിക്കറ്റ് വീഴ്ത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.